കാറ്റത്ത് കിളിക്കൊണ്ട് പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് ഒരു ഭാഗത്തും നികേഷ് ഒരു ഭാഗത്തൊക്കെ ഇരുന്ന് കരയിന്. അവരുടെ വീട് അങ്ങനെ തന്നെ ഭയങ്കര വിഷമം, ഭക്ഷണം കഴിക്കുന്നില്ല. അനിയനും അതായത് സുഭാഷും നികേഷും കിടക്കുന്നുണ്ടെന്നുള്ളൂ, ഉറങ്ങുന്നില്ല. ഹരീഷിനെ കാണിക്കുന്നില്ല. ഹരീഷും ഒരു വശത്ത് ചെന്നിരിക്കുന്നു. സുധീഷും ഒരുപാട് നേരം അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതേസമയം നിധിക്ക് ഹോസ്റ്റലിലും അങ്ങനെ തന്നെയാണ്, ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നണില്ല. അങ്ങനെ ഒരേ ഇരിപ്പ് തന്നെയാണ് ഇരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർക്കണം, തമാശയും ചിരിയും സുധീഷും സുഭാഷും നികേഷൊക്കെ ആയിട്ടുള്ള ഇടിയും എല്ലാം നല്ല ഒക്കെ ഇങ്ങനെ നിധി ഇങ്ങനെ സങ്കടത്തോടെ ആലോചിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നീട് നിധി ഇങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോകുന്നുണ്ട്. രാവിലെ തന്നെ പിന്നെ കാണിക്കുന്നത് രാവിലെ നിധി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വാഷ്റൂമിലൊക്കെ പോയി. അതിനുശേഷം പെട്ടെന്ന് ചായ എടുത്തുകൊണ്ട് വരും. കെറ്റിൽ ചായ ഉണ്ടെന്ന് മാഡം പറഞ്ഞിരുന്നല്ലോ. ചായ എടുത്തിട്ടുണ്ടെന്നായിട്ട് ഒരു സിപ്പ് കുടിച്ചോളൂ, അപ്പോഴത്തേക്കും ഛർദ്ദിക്കാൻ വരും, ഒരു രസമില്ല. അപ്പോൾ നിധി വീണ്ടും വീട് ഓർക്കുന്നത് അവിടെ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചായ നല്ല രസമുണ്ടെന്ന് പറയുന്നതും, നിധി ഉണ്ടാക്കി കൊടുക്കണ ആ വാട്ട ചായ അവരും നല്ല രസമുണ്ടെന്ന് പറയുന്നതും ഒക്കെ നിധി കണ്ണീരോടെ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പെട്ടെന്ന് ജനലിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് നോക്കിയാൽ പിന്നെ നമ്മുടെ ഭാസ്കരൻ കയ്യും കെട്ടി അവിടെ നിൽക്കണ്. അച്ഛനോ, ഇവരെന്തിനാ ഇവിടെ വന്നിക്കണേ എന്നിങ്ങനെ ആലോചിച്ച് നിധി പെട്ടെന്ന് കുറേ നേരം ആലോചിക്കും. വല്ല വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് ചെല്ലും. പുറത്ത് വന്ന് ചെല്ലും. എന്തിനാ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കും. എന്താ അച്ഛൻ വന്നേന്ന് ചോദിക്കും. സോറി മോളെ, ഞാനേ ഹോസ്റ്റലിൽ ഏതെന്ന് സുഭാഷിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തന്നില്ല. ഒരു ഉദ്ദേശം വെച്ച് ഇവിടെ നിന്നതാണ്. മോൾ ഇവിടെയാണോന്ന് അറിയാത്തത് കൊണ്ട് സംശയിച്ച് നിന്നാണെന്ന് പറയും. അത് കുഴപ്പമില്ല, അകത്തേക്ക് വിളിച്ചിരുത്താൻ പറ്റില്ല, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്, എന്നാലും വന്ന കാര്യം പറയും. മോളോട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മോളൊന്നും വിചാരിക്കരുത് സുധീഷ് അങ്ങനെ പെരുമാറിയത് ഞാൻ കാരണമെന്ന് പറയും. അച്ഛൻ കാരണോ? അതെന്തെന്ന് ചോദിക്കും. കല്യാണം കഴിച്ചിട്ട് ഇത്രയും നാളായില്ലേടാ, ഒന്നിച്ച് ജീവിക്കാനുള്ള കഴിവ് നിനക്കില്ലേടാ, നീ ഒരു പോഴനുണ്ട മൊണ്ണയുണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ വിഷമിപ്പിച്ച് കളിയാക്കി പരിഹസിച്ച് പാട്ടുപാടി ആ ഒരു വിഷമത്തിലാണ് അവനന്ന് കുടിച്ച് അങ്ങനെ വന്നതെന്ന് പറയും. നീ മോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ നല്ല മാപ്പ് പറയും. അത് കേട്ടോടുകൂടി നിധിക്ക് ദേഷ്യം വരും. വീട്ടിലെല്ലാവരും നിങ്ങളെ വഴക്ക് പറയുമ്പോൾ ഞാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിങ്ങളൊരു പാവമാണ്. പക്ഷെ നിങ്ങളൊരു അച്ഛനാണോ? സ്വന്തം മോനോട് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു കൊടുക്കേണ്ട? മനസ്സിൽ അയാൾ എന്തോർത്തിട്ടാണ് ഒരാളങ്ങനെ പറഞ്ഞു, വിവരമില്ലാണ്ട് ഒരാളങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കയറി വന്ന് തെണ്ടിത്തരം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ ചൂടാവണം. ഭാസ്കരനാകെ നാണം കേടുന്നു. കാരണം ഉറക്കനെയാണ് ഈ നിധി ഒച്ചെടുക്കണം. അയ്യോ ഒച്ചെടുക്കല്ല, ഞാനൊന്ന് താഴ്ന്നു തന്നത് നിനക്കറിയാലോ, എനിക്ക് ആരെയും പേടിയൊന്നുമില്ല, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, അതെന്തായാലും അതുകൊണ്ട് ഞാൻ വന്നതാണ്, എന്നോട് ക്ഷമിക്കുകയെന്ന് പറയും. വീണ്ടും നിധി കുറേ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെയും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് കേട്ട് നിൽക്കാൻ കഴിവില്ലാണ്ടായപ്പോൾ നമ്മുടെ ഭാസ്കരൻ സൈക്കിൾ എടുത്ത് ഓടണ്. നിധി വീണ്ടും റൂമിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നെ നിധി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓഫീസിലേക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുധീഷ് ഓഫീസിൻ്റെ വാതിക്കൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദിവ്യ പുറത്തേക്ക് എന്തോ ഓർഡർ ചെയ്തിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ സുധീഷിനെ കാണും. ഇതാണ് നിധിക്ക് വേണ്ടി ഹോസ്റ്റലിൽ ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ട് ബഹളം വെച്ച ആളല്ലേ എന്ന് പറയും. അപ്പോൾ നിധി എന്നിട്ട് എന്തായാലും നിധിയോട് ചെന്ന് പറയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ സുധീഷ് വിളിക്കും. എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. നിധി അകത്തുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയും. നിങ്ങളന്ന് വന്ന ആളല്ലേ, നിധിയുടെ റിലേറ്റീവ്സ് അതേ എന്ന് പറയും. നിധിയോട് പറയുമോ ഞാനിവിടെ ഉണ്ടെന്ന്, ഒന്ന് പുറത്തേക്ക് വരാൻ പറയുമോ, ജോലി കഴിഞ്ഞിട്ട് മതി, തിരക്ക് പിടിച്ചിട്ടൊന്നും വരണ്ടാന്ന് പറഞ്ഞോളൂട്ടാന്ന് പറയും. ആ ശരി പറയാ എന്ന് പറയും. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിധി അന്നിവിടെ ഓഫീസിൽ വന്ന് വഴക്കുണ്ടാക്കിയില്ലേ നിൻ്റെ റിലേറ്റീവ്, ആൾ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ. ഉള്ളിലോ എന്ന് ചോദിക്കും. ഉള്ളിലൊന്നുമല്ല, പുറത്താണ്, ഉള്ളിലേക്ക് ഞാൻ വിളിച്ചതാ പക്ഷെ വന്നില്ല, നിധിയോട് തിരക്കൊന്നുമില്ല, ധൃതിയില്ല, കാത്തിരുന്നോളാന്നാണ് പറയുന്നത് എന്ന് പറയും. എന്തായാലും നിധി അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇവിടെ സമാധാനം തരാണ്ടിരിക്കാനാണെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കും. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, നിധിനെ വീട്ടിലേക്ക് വിളിക്കാനും വന്നതല്ല. നിധി പോയതോടുകൂടി അവരെല്ലാവരും എന്നായിട്ട് വഴക്കാണ്, എന്നോട് മിണ്ടുന്നില്ല, അവിടെ സന്തോഷമില്ല. പക്ഷേ എന്നാലും നിധി വിളിക്കാൻ വന്നതല്ല, ഞാൻ ചെയ്ത തെറ്റല്ല എന്നും പറയണില്ല, എനിക്കൊന്ന് മാപ്പ് തന്നൂടെ എന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് മാപ്പ് തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകും. ഒരുപാട് സുധീഷ് കെഞ്ചുന്നുണ്ട്, മാപ്പ് തന്നാൽ മതി. പറയാം ഇല്ല, മാപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സംതൃപ്തി, ഇപ്പോഴും മാപ്പ് ചോദിക്കുന്നത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയല്ലേ. ഞാൻ അനുഭവിച്ച വിഷമം, എനിക്ക് ഉണ്ടായ നാണക്കേടും അപമാനവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞ് എന്തായാലും ഒന്നും പറയാണ്ട് നീതി അകത്തേക്ക് കയറി പോകും. പിന്നീട് സുഭാഷിനെ കാണിക്കുന്നത് ജോലിക്ക് പോകാൻ വേണ്ടി സുഭാഷ് ഇരിക്കുമ്പോൾ നമ്മുടെ നികേഷ് വീണ്ടും ആങ്ങി തൂങ്ങിയിരിക്കുന്നുണ്ടപ്പോൾ എന്താടാ നീ കോളേജിൽ പോകണില്ലേ എന്ന് പറയും.
എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിക്കും. തൊട്ട് നോക്കിയപ്പോൾ നല്ല പനി. പനിയോ മോനെ, നിനക്ക് പനിയാണല്ലോ, ഞാൻ പോണില്ല. ഇവൻ ഇങ്ങനെയാണ്, എപ്പോഴെപ്പോഴും വേദനയും പനിയൊക്കെ വരും. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായില്ല. ഇപ്പം നിധി പോയേൻ്റെയാണെന്ന് പറയും ഈ വിഷമം, പനി എന്ന് പറയും. ആ ചേട്ടൻ പൊക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, ഞാനിവിടെ ജോലിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കല്ലേ, ചേട്ടൻ പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അത് വേണ്ട, ഞാൻ നോക്കാമെന്ന് പറയും. അതെന്താ ഞാൻ നോക്കിയാൽ ഇവൻ കുഞ്ഞിക്കിടാവുന്നല്ലല്ലോ, മരുന്ന് എടുത്ത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, അത്രയേ ഉള്ളൂ, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഞാൻ പൊക്കോട്ടെ നോക്കിയാൽ പൊക്കോ. അപ്പോൾ നികേഷും പറയും പൊക്കോ, ചേട്ടൻ പൊക്കോളാൻ പറയും. അങ്ങനെ അവർ പോകും. അത് കഴിഞ്ഞ് സുധീഷ് 5 മിനിറ്റിനുള്ളിൽ നികേഷിൻ്റെ അടുത്ത് ഇടാ മോനെ, സോറി ഇടാന്ന് പറയും. അപ്പോൾ ഒന്നും മിണ്ടില്ല. നീ നിധിനൊന്ന് വിളിക്കടാന്ന് പറയും. എന്തിനെന്ന് ചോദിക്കും. നീ വിളിച്ചാൽ അവൾ ഓടി വരും, നിനക്ക് പനിയെന്ന് പറയടാ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതി, നിൻ്റെ കോലം കണ്ട അവൾ ഓടി വരും എന്ന് പറയും. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എടാ പ്ലീസ് എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയും. അപ്പോൾ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പിണങ്ങി പോകും. പോണ വഴി കൂടെ പോണ ആൾക്കാരൊക്കെ ഓരോരുത്തരായി ഇറങ്ങി നിധി ഇറങ്ങിപ്പോയതുള്ള കാര്യം. അങ്ങനെ നിൻ്റെ ഭാര്യ വീണ്ടും പോയില്ലേ, ഈ വീട്ടിലല്ലെങ്കിലും പെണ്ണുങ്ങൾ വാഴൂല എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് അയലൊക്കെക്കാർ പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അവരായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കും. ഹരീഷ് ഓടി വന്നിട്ടാണ് സുധീഷിനെ അവിടെ നിന്ന് വലിച്ച് കടയിലേക്ക് കൊണ്ടുപോകണം, വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും, ഏട്ടത്തി എന്തായാലും വരും, നീ വിഷമിക്കേണ്ട, ചേട്ടൻ വിഷമിക്കേണ്ട, ഉറപ്പാണ് വരുവാടാ. വരും, ഉറപ്പായിട്ടും വരും. ചേട്ടത്തിക്ക് അങ്ങനെ അത്തിയ നാളൊന്നും ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല, നമ്മളെ വിട്ടിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ മനസ്സിലുള്ളത് പറയണം എന്ന് വെച്ചിട്ട് ഓടി ചെന്ന് കഴിഞ്ഞിട്ട് പ്രേമമാണ് എന്നൊന്നും പറയരുത്. പതുക്കനെ ഓരോരുത്തരെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ നോക്കുക ആദ്യം. അതാണ് ചേട്ടന് പറ്റുന്ന തെറ്റെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കി ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി നിധിയുടെ ജനലിൻ്റെ നേരെ ഒരു ബലൂൺ ഇങ്ങനെ പൊങ്ങി വരുന്നു, സോറി എന്ന് പറഞ്ഞിട്ട്. സോറിയോ, ഇതാരാണ് എന്നങ്ങനെ ആലോചിച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ സുധീഷ്. അങ്ങനെ നിധി അവിടെ ചെന്ന് ചോദിക്കുന്നത്, ഡ്രാമ കളിക്കാനായി ഇവിടെ സ്വസ്ഥത തരില്ലേ, ഇതൊരു ലേഡീസ് ഹോസ്റ്റലാണെന്ന് പറയും. സോറി പറഞ്ഞാൽ ഞാൻ പൊക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ വന്ന് കിടക്കും ഇതേപോലെ എന്ന് പറയും. സോറി പറയാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോഴത്തേനും കൂട്ടുകാരിമാരൊക്കെ വരും. എന്താ പ്രശ്നം എന്ന് നോക്കി. ഇത് വെറുതെ ഒന്നല്ലല്ലോ, ഈ ബലൂണിലൊക്കെ സോറി എഴുതി വിടണമെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിധി ആകെ നാണക്കേടാവും. അപ്പോൾ ദിവ്യ പറയും, നിങ്ങൾ പൊക്കോ, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ദിവ്യ വീണ്ടും കുറേ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിസ്സാരക്കാരനല്ല, നിങ്ങൾ തമ്മിൽ എന്തോ ഇഷ്ടമുണ്ട്, അല്ലാണ്ട് ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സോറി എന്ന് പറയില്ല. അന്ന് ഓഫീസിൽ വഴക്കുണ്ടാക്കി നിധിക്ക് വേണ്ടി ഇന്ന് ഓഫീസിൽ വന്ന് രാവിലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദിവ്യോട് അറിയാം, അങ്ങനെ ഒന്നുമില്ല, നീ ഉദ്ദേശിക്കുന്ന പോലെ പ്രേമൊന്നുമല്ല, ഇത് വേറൊരു തെറ്റ് പറ്റിയത് കൊണ്ടുള്ള സോറി പറയലുണ്ടെന്ന് പറഞ്ഞ് ദിവ്യനെ പറഞ്ഞാക്കി സത്യങ്ങളൊന്നും തുറന്നു പറയില്ല. അതിനുശേഷം നിധി വീണ്ടും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുന്നു. അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിലാണ് അതൊരു കല്യാണം അല്ലാത്തത്, അവൻ്റെ മനസ്സിൽ ശരിക്കും അതൊരു കല്യാണമാണ്. അവൻ നിന്നെ ഭാര്യയായിട്ട് നിൻ്റെ മോളെ കാണണേന്നൊക്കെ ഭാസ്കരൻ പറഞ്ഞതൊക്കെ ഓർക്കണ്. എൻ്റെ നിധി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും നിധി കിളിക്കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.